വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് ADGP MR അജിത് കുമാറിനെതിരായ വിജിലൻസ് കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ സർക്കാർ തീരുമാനിച്ചതായി സൂചന വരുന്നു. ഭരണത്തലവനെതിരായ പരാമർശം നീക്കം ചെയ്യാൻ ഹൈക്കോടതിയെ സമീപിച്ചേക്കും. അന്തിമ റിപ്പോർട്ടിൽ തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണെന്ന വാദം ഉന്നയിക്കും. തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക് ചേർന്നു. സലീം, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ ADGP അജിത് കുമാറിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഏതോ അദൃശ്യ കരം പ്രവർത്തിച്ചിരുന്നു എന്നാണ് കോടതി വിധിയിൽ ചില പരാമർശങ്ങളുള്ളത്. ഈ പരാമർശമൊക്കെ നീക്കിക്കിട്ടാൻ വേണ്ടിയാണ്, വസ്തുതകളുടെ അടിസ്ഥാനമില്ലാത്ത പരാമർശങ്ങൾ നീക്കിക്കിട്ടാനാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഹർജിയുമായി പോകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. ADGP MR അജിത് കുമാറിനെതിരായ വിജിലൻസ് കോടതി നിരീക്ഷണം ഗുരുതരമുള്ളതായിരുന്നു. പലവിധ കാര്യങ്ങളാണ് അതിൽ പറഞ്ഞത്. പ്രധാനമായും സർക്കാരിനെയും ഒപ്പം തന്നെ ഇത് അന്വേഷിച്ച വിജിലൻസ് ഉദ്യോഗസ്ഥരെയും ഒപ്പം തന്നെ പോലീസിലെ തന്നെ ചില ഉദ്യോഗസ്ഥരെയും ഒക്കെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങളായിരുന്നു കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. വിജിലൻസ് കോടതിയുടെ ഈ നിരീക്ഷണങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ സർക്കാർ അപ്പീലിന് പോകാനുള്ള തീരുമാനം. സർക്കാർ പറയുന്നത് കേസോ വിധിയോ അല്ല, അതിന് പകരം അതിൽ ഭരണ നേതൃത്വത്തിനെതിരായി ഉള്ള പരാമർശങ്ങൾ നീക്കണം എന്നുള്ളതാണ് അപ്പീലിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത്. നേരത്തെ തന്നെ വിജിലൻസ് തന്നെ ഈ വിഷയത്തിൽ അപ്പീൽ പോകണമെന്നൊരു ശുപാർശ സർക്കാരിന് മുൻപിൽ വെച്ചിരുന്നു. അത് പൂർണ്ണാർത്ഥത്തിൽ ഈ കേസിന് മൊത്തത്തിലായുള്ള ഒരു അപ്പീൽ എന്ന നിലയിലേക്ക് സർക്കാർ ഈ ഘട്ടത്തിൽ പരിഗണിക്കുന്നില്ല. പക്ഷേ അതുകൂടി സർക്കാരിൻ്റെ ആലോചനയിലുണ്ട്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് സർക്കാരിനെതിരെയുള്ള രൂക്ഷ വിമർശനങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് സർക്കാർ ഈ അപ്പീലുമായി പോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ അന്വേഷണത്തിൽ അനവധി വീഴ്ചകളാണ് കോടതി ചൂണ്ടിക്കാണിച്ചിട്ടിരിക്കുന്നത്. അത് ഒരു അന്വേഷണം എന്ന പേരിൽ നടത്തിയത് പരിശോധന മാത്രമായിരുന്നു. എല്ലാ തലങ്ങളും സ്പർശിക്കുന്ന നിലയിലുള്ള ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഈ പരാതിക്കാരൻ്റെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയിട്ടില്ല. അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട പലയിടങ്ങളിലും കൃത്യമായ പരിശോധനയോ നടത്താൻ ഈ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരുന്നില്ല. മാത്രമല്ല അനാവശ്യമായ രീതിയിലുള്ള പിന്തുണയും സഹായവും അജിത് കുമാറിന് ലഭിക്കുകയും ചെയ്തിരുന്നു. അത് ഭരണതലപ്പത്തു നിന്ന് തന്നെ ലഭിക്കുന്നു എന്നതുൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്. നേരത്തെ തന്നെ ഈ MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാർ അജിത് കുമാറിനെ സംരക്ഷിക്കുന്നു എന്ന നിലയിൽ സർക്കാർ വലിയ പ്രതിരോധത്തിലായതാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ കോടതിയുടെ നിരീക്ഷണങ്ങൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഗൗരവത്തിലാണ് കാണുന്നത്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ ഒഴിവാക്കി കിട്ടണം എന്നൊരാവശ്യവുമായി സർക്കാർ അപ്പീലിന് പോകാൻ ഒരുങ്ങുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.